So transistor load lines. അപ്പം ഈ ലോഡ് ലൈൻ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ലോഡ് ലൈനെ ഡിഫൈൻ ചെയ്യുന്നത് ലോക്കസ് ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ്സ് ഓൺ ദ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് ഓഫ് transistor. Locus of operating point on the output characteristic of transistor is called load line. അതായത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ട്രാൻസിസ്റ്റർ ഏതാണെന്ന് നമുക്കറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സാധനം. ഈ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്കിന്റെ മുകളിൽ ഉള്ള ഓപ്പറേറ്റിംഗ് പോയിന്റ്, ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ്സിനെ എല്ലാം കൂടി പിടിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ലൈനിനെയാണ് നമ്മൾ ലോഡ് ലൈൻ എന്ന് പറയുന്നത്. അതായത് ട്രാൻസിസ്റ്ററിന് certain values of IC and VC വർക്ക് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു VC-ന്റെ വാല്യൂ 5, IC-ന്റെ വാല്യൂ 1. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോസ് VC-ന്റെ വാല്യൂ 7, IC-ന്റെ വാല്യൂ 2. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ നേരം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 10 ആണ് VC-ന്റെ വാല്യൂ, IC-ന്റെ വാല്യൂ 2. അങ്ങനെ കുറെ കോർഡിനേറ്റ്സ് നമുക്ക് ഈ ഗ്രാഫിൽ കണ്ടുപിടിക്കാം. അല്ലെ, ഇവിടെ ഒരു കോർഡിനേറ്റ് ഉണ്ട്, ഇവിടെ ഒരു കോർഡിനേറ്റ്, ഇവിടെ അങ്ങനെ പല ഒരുവിധം എല്ലാ സ്ഥലത്തും കോർഡിനേറ്റ്സ് ഉണ്ടാവും, VC-യും IC-ന്റെ ഒരു കോർഡിനേറ്റ്. ഓക്കെ, പക്ഷെ അതിൻ്റെ അകത്ത് ട്രാൻസിസ്റ്ററിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ, ആ പോയിന്റുകൾ എല്ലാം തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലൈനെയാണ് നമ്മൾ ലോഡ് ലൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോക്കസ് ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ്സ് അത് എവിടെയാണ് വരയ്ക്കുന്നത്? ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം. ഇതൊരു ലോഡ് ലൈൻ ആണ്, ഇത് വേറൊരു ലോഡ് ലൈൻ ആണ്. കാര്യമായിട്ട് DC ലോഡ് ലൈൻ എന്ന് പറയും ഇതിനെ AC ലോഡ് ലൈൻ എന്ന് പറയും. നമ്മൾ അത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. എത്ര മനസ്സിലാക്കാം. ലോഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ്സിന്റെ ലോക്കസ് ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ് അത് എവിടെയാണ് വരച്ചിരിക്കുന്നത്? ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ട്രാൻസിസ്റ്റർ. അതിനാണ് നമ്മൾ ലോഡ് ലൈൻ എന്ന് പറയുന്നത്. അത് ബേസിക്കലി ചെയ്യുന്നത് പറഞ്ഞാൽ ഇറ്റ് ബേസിക്കലി ജോയിൻസ് സാച്ചുറേഷൻ പോയിന്റ് ആൻഡ് കട്ട് ഓഫ് പോയിന്റ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക് കർവ്. നിങ്ങൾ DC ലോഡ് ലൈൻ നോക്കുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു യെല്ലോ റീജിയൻ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താ? സാച്ചുറേഷൻ റീജിയൻ. ഇതെന്താ? കട്ട് ഓഫ് റീജിയൻ. സോ സാച്ചുറേഷൻ റീജിയനിലെ ആ പോയിന്റിനെയും, അതായത് ഈ പോയിന്റിനെയും, പിന്നെ കട്ട് ഓഫ് റീജിയൻ, ഇത് മുഴുവൻ കട്ട് ഓഫ് റീജിയനിൽ ഈ പോയിന്റിനെ ജോയിൻ ചെയ്യുകയാണ് ഈ ലോഡ് ലൈൻ ചെയ്യാൻ പറയുന്നത്. അതായത് DC ലോഡ് ലൈനിന്റെ കാര്യമാണ് പറയുന്ന കാര്യമായിട്ട്. ഇറ്റ് ബേസിക്കലി ജോയിൻസ് സാച്ചുറേഷൻ പോയിന്റ് ആൻഡ് കട്ട് ഓഫ് പോയിന്റ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക് കർവ്. ഓക്കെ, ഇനി ഇറ്റ് റെപ്രസെന്റ്സ് കൺസ്ട്രെയിന്റ് പുട്ട് ഓൺ വോൾട്ടേജ് ആൻഡ് കറന്റ് ദ നോൺ ലീനിയർ ഡിവൈസ് ബൈ എക്സ്റ്റേണൽ സർക്യൂട്ട്. അതായത് ഇപ്പോ നമുക്ക് ഈ ലോഡ് ലൈനിന്റെ മുകളിൽ ഉള്ള ഒരു പെർട്ടിക്കുലർ പോയിന്റ് വേണം നമുക്ക് Q പോയിന്റ്. ലോഡ് ലൈനിന്റെ മുകളിൽ കുറെ ഓപ്പറേറ്റിംഗ് പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ലോഡ് ലൈൻ ആ ഓപ്പറേറ്റിംഗ് പോയിന്റ് പറയുന്ന പല പേരുകളുണ്ട്. Q പോയിന്റ് എന്ന് പറയും, ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയും, ക്യൂസെന്റ് പോയിന്റ് എന്ന് പറയും. അങ്ങനെ കുറെ പോയിന്റുകൾ, ഇതെല്ലാം ഒരേ സാധനത്തിന് പറയുന്നത് വരാം. അപ്പൊ ഈ ലോഡ് ലൈനിന്റെ മുകളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ചൂസ് ചെയ്തിട്ട് ആ പോയിന്റിൽ വേണം നമ്മൾ IC-യും VC-ന്റെ വാല്യൂ നിലനിർത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം നമുക്ക് ഈ പറയുന്ന വീക്ക് സിഗ്നലും എന്നെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടത്തുള്ളൂ. അതായത് ആ Q പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ പോയിന്റിൽ Q പോയിന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? IC-യും VC-ന്റെ കോർഡിനേറ്റ്, ആ പ്രോപ്പർ ആയിട്ടുള്ള കോർഡിനേറ്റ്. ആ കോർഡിനേറ്റിൽ നമ്മളെ വാല്യൂ ഈ VC കലക്ടർ ഈ ട്രാൻസിസ്റ്ററിന് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസിസ്റ്റർ എന്താ പറയാ, ആ സമയത്ത് ഇൻപുട്ട് സിഗ്നൽ വീക്ക് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലുതാക്കി കിട്ടും. ഓക്കെ, പക്ഷെ ആ Q പോയിന്റ് അല്ലെ ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ എവിടെ വേണം സെറ്റ് ചെയ്യാൻ? ആക്റ്റീവ് റീജിയന്റെ അകത്തായിരിക്കണം. കാരണം ആക്റ്റീവ് റീജിയന്റെ അകത്ത് മാത്രം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. സോ ആ Q പോയിന്റ് അല്ലെ ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം സെലക്ട് ചെയ്യാൻ. ആ IC-യും VC-ന്റെ ആ കോർഡിനേറ്റ്, ഓക്കെ, അല്ലെ Q പോയിന്റ് ഇവിടെ ആയി പോയി കഴിഞ്ഞാൽ സാച്ചുറേഷനിലായി പോകും, ഇവിടെ ആയി കഴിഞ്ഞാൽ കട്ട് ഓഫിലായി പോകും. അപ്പൊ കഴിയുന്നതും അത് ആക്റ്റീവ് റീജിയന്റെ അകത്ത് തന്നെ പ്രോപ്പർ ആയിട്ട് വീഴണം. അപ്പൊ അതൊരു കൺസ്ട്രെയിൻ സെറ്റ് ചെയ്യുക. അത് അങ്ങോട്ടും കൂടുകയോ കുറയോ, ഭയങ്കരമായിട്ട് കൂടുകയോ കുറയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ സിഗ്നൽ ഇവിടുന്ന് നമ്മൾ ചെറിയ സിഗ്നൽ കൊടുത്താൽ വലുതാക്കി കിട്ടും, പക്ഷെ അതിന്റെ മുകളിലോ താഴെയോ കട്ടായി പോകും ചിലപ്പോൾ. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ബേസിക്കലി രണ്ട് തരത്തിലുള്ള ലോഡ് ലൈൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. DC ലോഡ് ലൈൻ, AC ലോഡ് ലൈൻ. AC ലോഡ് ലൈൻ എന്ന് പറഞ്ഞാൽ DC-നെക്കാട്ടും കുറച്ചും കൂടി സ്റ്റീപ്പാണ്, അങ്ങനെ കുത്തനെ ഭയങ്കര സ്ലോപ്പ് കൂടുതലാണ് AC ലോഡ് ലൈൻ. DC ലോഡ് ലൈനിന് സ്ലോപ്പ് കുറവാണ്. ഓക്കെ, DC അപ്പോൾ നമുക്ക് ഓരോ ലോഡ് ലൈൻ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം. DC ലോഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഈ സർക്യൂട്ടിൽ നമ്മൾ AC കൊടുക്കാത്തപ്പോൾ നമ്മൾ വരച്ച
ലൈൻ വരയ്ക്കുന്ന ലോഡ് ലൈൻ ആണ് DC ലോഡ് ലൈൻ. Load line drawn when only DC is given and no input signal is applied. അതായത് no AC signal is applied is called DC load line എന്ന് പറയുന്നത്. Okay. So ഈ DC ലോഡ് ലൈൻ്റെ കേസിൽ നമുക്ക് ഇതെങ്ങനെയാ വരച്ചത് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സാച്ചുറേഷൻ പോയിന്റിൽ ഈ പോയിന്റും കട്ട് ഓഫിലെ ഈ പോയിന്റും കൂടി കണക്ട് ചെയ്തിട്ടാണ് DC ലോഡ് ലൈൻ വരച്ചത്. അതെങ്ങനെയാന്ന് നോക്കാം. നമുക്ക് ഈ ഔട്ട്പുട്ട് സെക്ഷൻ, ഔട്ട്പുട്ട് ക്യാരി അല്ലേ അത് അല്ലെ, ഔട്ട്പുട്ട് സെക്ഷനിൽ ഈ ലൂപ്പിന്റെ അകത്ത് നമുക്ക് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, KVL കിർച്ചോഫ് വോൾട്ടേജ് ലോ, KVL ലോ പ്രകാരം. അപ്പൊ അതെങ്ങനെ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VCC ഈക്വൽ ടു, നിങ്ങൾക്ക് കാണാം VCC ഈക്വൽ ടു VCE, ഇവിടുത്തെ വോൾട്ടേജ് VCE പ്ലസ് ICRC. ഇതിനുള്ളിൽ കൂടെ IC കറണ്ട് അല്ലേ, ഈ റെസിസ്റ്ററിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന IC കറണ്ട് ആണ്. അപ്പൊ IC ഇൻറ്റു RC. സോ VCC ഈക്വൽ ടു IC ഇൻറ്റു RC. അതാണ് ഈ ലൂപ്പിലെ ഇക്വേഷൻ. ഇനി നിങ്ങൾക്ക് ഈ ഗ്രാഫ് ശ്രദ്ധിച്ചു നോക്കുക. ഇപ്പൊ ഈ പോയിന്റ് കിട്ടണമെങ്കിൽ ഈ Y ആക്സിസിന് മുകളിൽ X കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ X കോർഡിനേറ്റ് ചെയ്താൽ VCE ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു പോയിന്റ് Y ആക്സിസിന് മുകളിൽ ലൈ ചെയ്യുന്നത് കാത്താല് അതിന്റെ X കോർഡിനേറ്റ് 0 ആയിരിക്കും, അല്ലെങ്കിൽ VCE 0 ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ VCE എന്ന് പറയുന്നത് 0 ഇട്ട് കൊടുക്കുക. VCE എന്ന് പറയുന്നത് 0 ഇട്ട് കഴിഞ്ഞാൽ VCC ഈക്വൽ ടു ICRC എന്ന് കിട്ടും. അല്ലെ, VCC ഈക്വൽ ടു ICRC കിട്ടും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, IC ഈക്വൽ ടു VCC ബൈ RC. അങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന പോയിന്റ് IC ഈക്വൽ ടു VCC ബൈ RC എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതാണ് സാച്ചുറേഷൻ പോയിന്റ്. ഇനി അടുത്ത ഈ പോയിന്റ് നോക്കുക. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ X ആക്സിസിന്റെ മുകളിൽ ലൈ ചെയ്യുന്ന പോയിന്റാണ്. ഈ പോയിന്റിന് Y കോർഡിനേറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. Y എന്ന് പറഞ്ഞാൽ ഏതാണത്, കളക്ടർ കറണ്ട് അല്ലേ Y ആക്സിസിന് മുകളിൽ. അപ്പൊ ഈ പോയിന്റിൽ IC 0 ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷനിൽ നിങ്ങൾ ICക്ക് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, VCC ഈക്വൽ ടു VCE അല്ലെ. അപ്പൊ ഇത് ഈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന VCE. അപ്പൊ VCEന്റെ വാല്യൂ എന്തിട്ട് VCC. അങ്ങനെയാണ് ഈ പോയിന്റ് VCC ഇട്ടത്. ഈ രണ്ട് പോയിന്റും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ DC ലോഡ് ലൈനാണ്. അതായത് മീൻ ചെയ്യുന്ന ഇതിന്റെ മുകളിലെ ഒരുപാട് ട്രാൻസിസ്റ്ററിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്പറേറ്റിംഗ് പോയിന്റ്സ് ഉണ്ട്. പക്ഷെ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് പക്ഷെ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ മുകളിൽ സെറ്റ് ഇവിടുത്തെ ഒരു പോയിന്റ് എടുത്തു വിചാരിച്ചു, ഓരോ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇവിടുത്തെ ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ VCന്റെ വാല്യൂ എത്രയാ, 5. ICന്റെ വാല്യൂ എത്രയാ, ഏകദേശം 5. പക്ഷെ ആ പോയിന്റ് എന്താ പറയുക, ആക്റ്റീവ് റീജിയനിലാണെങ്കിൽ പ്രോപ്പറായിട്ട് ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ വീക്ക് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ വലുതാക്കി കിട്ടും. പക്ഷെ ഈ കട്ട് ഓഫ് റീജിയന്റെ അടുത്തേക്കുള്ള ഒരു പോയിന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് ചെറിയൊരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ വലുതാക്കി കിട്ടും. പക്ഷെ അത് ചിലപ്പോൾ കട്ടായി ഉണ്ടാവും, മുകളിൽ താഴെ എങ്ങനെ ചിലപ്പോൾ കട്ടായി ഉണ്ടാവും. ഓക്കെ, സോ അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് സാധാരണ നമ്മൾ DC ലോഡ് ലൈനിന്റെ മിഡിലായിട്ടാണ് നമ്മളെ Q പോയിന്റ് അല്ലെങ്കിൽ ക്യൂസെന്റ് പോയിന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യാറ്. ഓക്കെ, ലോഡ് ലൈനിന്റെ ഓൾമോസ്റ്റ് മിഡിലായിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യാറ്. കാരണം അത് മെയിനോട്ട് കയറി പോയി കഴിഞ്ഞാൽ സാച്ചുറേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, താഴോട്ട് പോയി കഴിഞ്ഞാൽ കട്ട് ഓഫിൽ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ സിഗ്നലിന്റെ ഏതെങ്കിലും ഒരു വോൾട്ടേജ് ലെവൽ 5 വോൾട്ടിലെ സിഗ്നൽ ചിലപ്പോൾ 4 ചിലപ്പോൾ കട്ടായി പോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് മിഡിലായിട്ടാണ് നമ്മൾ Q പോയിന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യാറ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സ്റ്റേബിൾ ആയിട്ട് നിർത്തണം. അത് പിന്നെ മാറാൻ പാടില്ല. മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം സംഭവിക്കും. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് ഇപ്പൊ സപ്പോസ് ഞാൻ ഈ മിഡിൽ ലൈൻ ഇപ്പൊ ഇവിടെ ഓൾമോസ്റ്റ് മിഡിലല്ല കാണിച്ചത്, പക്ഷെ സാധാരണ മിഡിലായിട്ടാണ് കാണിക്കുക. ഞാനിപ്പോ വരച്ചതിന്റെ പ്രശ്നമാണ്. ഈ ഇവിടെ നിങ്ങൾക്ക് കാണാം Q എന്ന് എഴുതി, Q പോയിന്റ് സെലക്ട് ചെയ്തായിട്ടാണ് കാണിക്കുന്നത്. അത് കുറച്ചും കൂടി മിഡിലായിട്ടാണ് വരേണ്ടത് ഈ ലൈനിന്റെ. അപ്പൊ വരയ്ക്കാൻ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയല്ലോ. ഇപ്പൊ ഈ ഇക്വേഷനിൽ അപ്പൊ ഞാൻ പറഞ്ഞു DC ലോഡ് ലൈനിന്റെ സ്ലോപ്പ് AC ലോഡ് ലൈനിന്റെ സ്ലോപ്പിനെക്കാട്ട് കുറവാണ്. ഓക്കെ, DC ലോഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, AC കൊടുക്കാത്ത സമയത്ത് വരച്ചിരിക്കുന്ന ലോഡ് ലൈൻ. AC ലോഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ AC സിഗ്നൽ കൊടുത്തതിന് ശേഷം വരച്ചിരിക്കുന്ന ലോഡ് ലൈൻ. ഓക്കെ, അപ്പൊ ഈ ലോഡ് ലൈനിന്റെ DC ലോഡ് ലൈനിന്റെ സ്ലോപ്പ് എന്താണെന്ന് അറിയണം, സ്ലോപ്പ് എത്രയാണെന്ന് അറിയണം. അപ്പൊ നമുക്കറിയാം നമ്മുടെ അടുത്തുള്ള ഇക്വേഷൻ ഇതാണ് നമ്മുടെ അടുത്തുള്ള ഇക്വേഷൻ അല്ലെ. നമുക്കറിയാം മാത്സിൽ നമ്മൾ എങ്ങനെ പറയാം, y ഈക്വൽ ടു mx പ്ലസ് c ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ പറയാറ് അല്ലെ. അപ്പൊ നമ്മളെ y കോർഡിനേറ്റ് ഏതാണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, x കോർഡിനേറ്റ് ഏതാണ് ഐഡന്റിഫൈ ചെയ്യുക. നമ്മളെ ഇതിനകത്ത് നമ്മളെ y കോർഡിനേറ്റ് ആരാ, IC ആണ് നമ്മുടെ y കോർഡിനേറ്റ്. അപ്പോ
y ഈക്വൽ ടു mx പ്ലസ് സി എന്ന് കഴിഞ്ഞാൽ IC ഈക്വൽ ടു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇക്വേഷൻ എഴുതണം. കാരണം നമ്മളെ y കോർഡിനേറ്റ് പറഞ്ഞ IC അല്ലേ അല്ലേ? നിങ്ങൾ ഗ്രാഫ് നോക്കി ഇതല്ലേ നമ്മൾ y ആക്സിസിൽ ആരാ ഉള്ളത്? IC ആണ്. അപ്പൊ ആ ഇക്വേഷന് IC ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഏത് ഇക്വേഷനാ? നമ്മുടെ ഏത് ഇക്വേഷൻ ആണ് ഉള്ളത്? ഈ ഇക്വേഷൻ. ഇപ്പൊ ഇക്വേഷൻ കിടക്കുന്നുണ്ട് VCC ഈക്വൽ ടു VCE പ്ലസ് ICRC അല്ല. അതിനെ റീറൈറ്റ് ചെയ്യുക. IC ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടണം. അപ്പൊ അതിനെ റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ കിട്ടും നിങ്ങൾക്ക് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അതിനകത്ത് കമ്പയർ ചെയ്ത് നോക്കുക. y IC ആണ്. എക്സ് കോർഡിനേറ്റ് എക്സ് ആരാ? നമ്മളെ ഗ്രാഫിൽ എക്സ് ആരാ? എക്സ് എന്ന് പറയുന്ന ആരാ? VCE ആണ് എക്സ് അല്ലെ? അപ്പൊ ഈ ഇക്വേഷൻ്റെ നമ്മൾ നോക്കുമ്പോൾ VCE എന്ന് പറഞ്ഞൊരു സാധനം കാണുന്നുണ്ട്. ഓക്കെ, എക്സ് ആരാ? VCE ആണെന്ന് മനസ്സിലായി. ഇതാണ് VCE ആണ് എക്സ് എന്ന് മനസ്സിലായി. അപ്പൊ m ആരായിരിക്കണം? -1/RC. അതാണ് നമ്മുടെ ഈ ലൈനിന്റെ DC ലോഡ് ലൈനിന്റെ സ്ലോപ്പ് -1/RC. ഓക്കെ, അപ്പൊ സ്ലോപ്പിന്റെ വാല്യൂ നമുക്ക് മാറ്റണമെങ്കിൽ RCന്റെ വാല്യൂന്റെ മുകളിൽ, അതായത് ഈ ഔട്ട്പുട്ടിലെ റെസിസ്റ്ററിന്റെ വാല്യൂന്റെ മുകളിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. അതിന്റെ റെസിസ്റ്ററിന്റെ വാല്യൂ ചൂസ് ചെയ്യുന്നതനുസരിച്ച് DC ലോഡ് ലൈനിന്റെ സ്ലോപ്പ് അങ്ങോട്ടോ മാറ്റാം നമുക്ക്. ഓക്കെ, അപ്പൊ ക്യൂസെന്റ് പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ക്യൂസെന്റ് പോയിന്റ് അല്ലെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാം സെയിം ആണ്. It is a point on the DC load line which represents the value of VCE and IC in absence of AC signal. AC signal കൊടുക്കാത്ത സമയത്ത് DC ലോഡ് ലൈനിന്റെ മുകളിലുള്ള VCE ICന്റെ ആ കോർഡിനേറ്റ്, ഓക്കെ, VCE, IC എന്ന് പറയുന്ന ആ കോർഡിനേറ്റ്, ഓക്കെ, VCE, IC എന്ന് പറയുന്ന ആ കോർഡിനേറ്റ്, ഓക്കെ, ആ കോർഡിനേറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ കോർഡിനേറ്റിനാണ് നമ്മൾ ക്യൂസെന്റ് പോയിന്റ്, ക്യൂ പോയിന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. The variation of VCE and IC takes place about this point when signal is applied. ഓക്കെ, അതായത് നമുക്ക് AC ലോഡ് ലൈനിന്റെ കാര്യം പറയുമ്പോൾ പറയാം. അതായത് നമുക്ക് അതിലേക്ക് നോക്കാം. Generally operating point is so selected that it lies in active region. എന്തുകൊണ്ടാ? ആക്റ്റീവ് റീജിയനിലാണെങ്കിൽ മാത്രമേ അത് ആംപ്ലിഫൈ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഓപ്പറേറ്റിംഗ് പോയിന്റിനെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കാറുണ്ട് അത് ആക്റ്റീവ് റീജിയനിൽ approximately in the middle of load line for amplifier applications. അതായത് നമ്മളെ ഈ ലോഡ് ലൈനിന്റെ DC ലോഡ് ലൈനിന്റെ ഓൾമോസ്റ്റ് മിഡിലായിട്ട് വേണം നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്യൂ പോയിന്റ് സെലക്ട് ചെയ്യാൻ, such that it falls in the active region. ഓക്കെ, ആക്റ്റീവ് റീജിയനിൽ ആവുകയും ചെയ്യണം, മിഡിൽ ആവുകയും ചെയ്യണം. കാരണം മിഡിൽ ആയി കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഷേപ്പിന് ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ ഇവിടെ ഒരു AC സിഗ്നൽ ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വലിയൊരു AC സിഗ്നൽ തന്നെ കിട്ടണം, ഷേപ്പിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ. അപ്പോഴല്ലേ പ്രോപ്പർ ആംപ്ലിഫിക്കേഷൻ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നത് ഓപ്പറേറ്റിംഗ് പോയിന്റ് DC ലോഡ് ലൈനിന്റെ മുകളിലായിരിക്കണം, ഓൾമോസ്റ്റ് മിഡിൽ. ഇനി AC ലോഡ് ലൈൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സെയിം സർക്യൂട്ട് എല്ലാം തന്നെ അതിൻ്റെ അകത്ത് AC സിഗ്നൽ കൊടുത്തു കഴിയുമ്പോൾ വരയ്ക്കുന്ന ലോഡ് ലൈൻ ആണ് AC ലോഡ് ലൈൻ. ഓക്കെ, ക്യൂ പോയിന്റ് പൊതുവേ നമുക്ക് മിഡിൽ ഓഫ് DC ലോഡ് ലൈനും ഓൾമോസ്റ്റ് രണ്ടത്തും ഇന്റർസെക്ഷനിലും കിട്ടാറുണ്ട്. രണ്ട് AC ലോഡ് ലൈൻ DC ലോഡ് ലൈനും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ക്യൂ പോയിന്റ് ആയിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. ഇനി AC ലോഡ് ലൈൻ ഈസ് സ്റ്റീപ്പർ ദാൻ DC ലോഡ് ലൈൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം AC ലോഡ് ലൈനിന്റെ സ്ലോപ്പ് DC ലോഡ് ലൈനിന്റെ സ്ലോപ്പിനെക്കാട്ട് വളരെ കൂടുതലാണ്. DC ലോഡ് ലൈനിന്റെ സ്ലോപ്പ് എന്താ? -1/RC. അത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. AC ലോഡ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് സിഗ്നൽ എന്നതിന് മുകളിൽ ഡിപ്പെൻഡ് ചെയ്യും. AC സിഗ്നൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം DC സിഗ്നലിന്റെ ഫ്രീക്വൻസി എത്രയാ? 0 ആണ്. AC സിഗ്നലിന് എന്തെങ്കിലും ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. 1 kHz 1 Hz 10 kHz 1 MHz എന്തെങ്കിലും ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഫ്രീക്വൻസിന്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യും ഇതിന്റെ സ്ലോപ്പ്. ഓക്കെ, പിന്നെ AC ലോഡ് ലൈനിന്റെ ഈ പോയിന്റ് കണ്ടുപിടിക്കുന്നത് ഞാൻ വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അത് വലിയ ഡെറിവേഷൻ ആണ്. അത്ര ഇതിലേക്ക് നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് സെയിം ഗ്രാഫാണ്. ഓക്കെ, IC വേഴ്സസ് സെയിം ഗ്രാഫാണ്. ഇത് AC ലോഡ് ലൈൻ, ഇത് DC ലോഡ് ലൈൻ.
ഇപ്പൊ എ സി സിഗ്നൽ നമ്മൾ ഡി സി ലോഡ് ലൈനിൽ നമ്മൾ ക്യൂ പോയിന്റ് ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഡി സി ലോഡ് ലൈനിൽ എല്ലാം ഡി സി വാല്യൂസ് ആണ്. എ സി ലോഡ് ലൈൻ ആകുമ്പോൾ എ സി സിഗ്നൽ ആണ്. നിങ്ങൾ ഇവിടെ സർക്യൂട്ടിൽ ഒരു എ സി സിഗ്നൽ കൊടുത്തു അല്ലെ, ആ ഇതിന്റെ വേരിയേഷൻ, ഈ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വേരിയേഷൻ നിങ്ങൾ കണ്ടോ? ഇവിടുന്ന് എ സി ഈ പോയിന്റ് ഇപ്പൊ 5 വോൾട്ട് ആണെന്ന് വിചാരിച്ചോ, ആ 5 വോൾട്ടിന്റെ മുകളിലേക്കും എ സി സിഗ്നൽ കൂടിയെന്നും വരും, താഴോട്ട്, അതായത് വേരിയേഷൻ ഓഫ് എ സി സിഗ്നൽ ഒക്കേഴ്സ് അക്രോസ് ദിസ് ക്യൂ പോയിന്റ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. When an AC signal is applied, then VC and IC varies above and below the Q point. നമ്മുടെ എ സി സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ക്യൂ പോയിന്റ് ഇതാണല്ലോ, ക്യൂ പോയിന്റ് എബോവ്, നിങ്ങൾ കാണോ ഇത് എബോവ് ആൻഡ് ബിലോ ദ ക്യൂ പോയിന്റ്. ഈ എബോവും ബിലോ ആയിട്ട് വേരി ചെയ്തെന്ന് വരും. ഓക്കെ, കാരണം എ സി സിഗ്നൽ അതിന് എന്തായാലും ഒരു സിനുസോഡൽ നേച്ചർ ഉണ്ട്. ഓക്കെ, അതാണ് വോൾട്ടേജിന്റെ കേസ്. കറണ്ടിന്റെ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചിട്ടു നിങ്ങൾ കറണ്ടിന്റെ സിഗ്നലും ഇങ്ങനെ വേരിയേഷൻ കാണിക്കാം. ആ ഒരു ക്യൂ പോയിന്റ് മുകളിലും താഴെയായിട്ട് വാല്യൂ വേരി ചെയ്തെന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കറണ്ടിന്റെ വാല്യൂ ഉണ്ടാവില്ലേ, ഇപ്പൊ 7 മില്ലി ആമ്പറിന്റെ അടുത്ത് കറണ്ടിന്റെ വാല്യൂ ഉണ്ടാവില്ലേ, ആ 7 മില്ലി ആമ്പറിന്റെ മേലോട്ടും ഐ സി വേരി ചെയ്തെന്ന് വരാം, താഴോട്ടും വന്നെന്ന് വരാം എ സി സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പൊ ഇവിടെ വോൾട്ടേജ് ഇപ്പൊ ഒരു 5 വോൾട്ട് ആണെങ്കിൽ വി സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 വോൾട്ടിന്റെ മേലെയും വേരി ചെയ്യുക, താഴോട്ടും പോവാം. ഓക്കെ, കാരണം എ സി സിഗ്നൽ ആണ്. സോ അതാണ് ബേസിക്കലി ലോഡ് ലൈൻസിന്റെ കേസ്. ഓക്കെ, അപ്പൊ നമ്മളെ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ അതിനെ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യിപ്പിക്കണം. ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ഇൻപുട്ട് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ചെയ്യണം, ഔട്ട്പുട്ട് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ചെയ്യണം. അത് മാത്രമല്ല നമ്മളെ ക്യൂ പോയിന്റ് ലോഡ് ലൈൻ ഡി സി ലോഡ് ലൈനിന്റെ നടുവിലായിട്ട് സെറ്റ് ചെയ്യണം. ഡി സി ലോഡ് ലൈനിന്റെ നടുവിലായിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യണം. സ്റ്റേബിളും ആയിരിക്കണം, അതായത് ആക്റ്റീവ് റീജിയനിലും ആയിരിക്കണം. എ സി സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാലും എന്നാലും വേരിയേഷൻ ഇങ്ങനെ വരും. ഈ ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സാധനം കുറച്ച് താഴെ ആയിരുന്നെങ്കിൽ ഈ എ സി സിഗ്നൽ ഇങ്ങനെ വേരി ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് അത് കട്ട് ഓഫിലായതുകൊണ്ട് ഈ ഭാഗം കട്ടായി പോകാൻ, ഇവിടെയും കട്ടായി പോയാൽ, അല്ലെങ്കിൽ ഇപ്പൊ സാച്ചുറേഷനിലേക്ക് ഇപ്പൊ ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സാധനം കുറച്ച് മേലോട്ടായിരുന്നെങ്കിൽ ആ സമയത്ത് എ സി സിഗ്നൽ ഇങ്ങനെ വേരി ചെയ്യാൻ നോക്കുകയാണെങ്കിൽ താഴത്തെ ഭാഗം ഏതെങ്കിലും ഭാഗം കട്ടായി പോയെന്ന് വരികയാണ്. ഇതേ ഷേപ്പിൽ കിട്ടൂല. ഓക്കെ, അപ്പൊ നമ്മളത് ക്യൂ പോയിന്റ് അതുകൊണ്ട് മിഡിലായിട്ട് കോൺഫിഗർ ചെയ്യുന്നത്. നീഡ് ഫോർ സ്റ്റെബിലൈസേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്താണ് നമ്മൾ നോക്കി. ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെ ക്യൂ പോയിന്റ് അല്ലെ ക്യൂസൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡി സി ലോഡ് ലൈനിന്റെ മുകളിലുള്ള ഒരു പോയിന്റ് ആണ്. സച്ച് ദാറ്റ് ആ പോയിന്റ് നമുക്ക് ആക്റ്റീവ് റീജിയനിൽ വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ, കാരണം അല്ലെങ്കിൽ അത് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മളൊരു ഓപ്പറേറ്റിംഗ് പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്തു, ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ഐ സി ആൻഡ് വി സി ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുത്ത് ഔട്ട്പുട്ട് ആംപ്ലിഫൈ ചെയ്ത് കിട്ടണം. പക്ഷെ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും ആ ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഈ ലൈനിന്റെ മേലോട്ടോ താഴോട്ടോ കയറി പോകാനോ ഇറങ്ങി പോകാനോ പാടില്ല. ഓക്കെ, അങ്ങനെ ക്യൂ പോയിന്റ് മേലോട്ടോ താഴോട്ടോ, ഈ പോയിന്റ് മേലോട്ടോ താഴോട്ടോ, ലോഡ് ലൈനിന്റെ മേലോട്ടോ താഴോട്ടോ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സ്റ്റെബിലിറ്റി ഇല്ല. സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ അത് ആംപ്ലിഫിക്കേഷൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. ഇപ്പൊ നീഡ് ഫോർ സ്റ്റെബിലൈസേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ നമ്മൾ സ്റ്റേബിൾ ആക്കി നിർത്തേണ്ട, എന്തിനാണ് നമ്മൾ നിർത്തേണ്ടത്, അതിന്റെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സ്റ്റേബിൾ ആക്കി നിർത്തേണ്ടി വരുന്ന ഒരു ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. 3 കാരണങ്ങളാണുള്ളത്. ഓപ്പറേറ്റിംഗ് പോയിന്റ് സ്റ്റേബിൾ ആവാതെ മേലോട്ടോ താഴോട്ടോ നീങ്ങി പോവാൻ അല്ലെ മൂവ് ചെയ്യാൻ പ്രധാനമായിട്ട് 3 കാരണങ്ങളാണ്. 1 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് കളക്ടർ കറന്റ്, രണ്ടാമത്തെ പറഞ്ഞാൽ ഇൻഡിവിജ്വൽ വേരിയേഷൻസ്, മൂന്നാമത്തെ പറഞ്ഞാൽ തെർമൽ റൺവേ. ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ്, വി സിയും ഐ സിന്റെ ആ കോർഡിനേറ്റ് അല്ലെ, ആ ഒരു സെറ്റ് ഓഫ് വാല്യൂ, അതാണല്ലോ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അതിൽ പ്രധാനമായിട്ടും ഐ സിന്റെ വാല്യൂകളാണ് കാര്യമായിട്ട് ചേഞ്ച് ആവാൻ സാധ്യത. ഓക്കെ, ഐ സിന്റെ വാല്യൂ മാറിക്കഴിഞ്ഞാൽ വി സി എല്ലാം മാറും. അപ്പൊ പ്രധാനമായിട്ടും ഐ സിന്റെ വാല്യൂ അത് എങ്ങനെയാണ് മാറുന്നത്, എന്തുകൊണ്ടാണ് മാറുന്നത് നമുക്ക് നോക്കാം. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് കളക്ടർ കറന്റ്. കളക്ടർ കറന്റിനെ സാധാരണ നമ്മൾ എഴുതാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സി ഈക്വൽ ടു ബീറ്റ ഐ ബി എന്ന് നമ്മൾ എഴുതാറുള്ളൂ. +1 + ബീറ്റ ഇൻറ്റു ഐ സി 0 നമ്മൾ സാധാരണ അവോയ്ഡ് ചെയ്യാനാണ് ചെയ്യുക. കാരണം അത് വളരെ ചെറിയ ഒരു വാല്യൂ ആയിരിക്കും പൊതുവെ, പക്ഷെ ചില സ്ഥലത്ത് അത് സിഗ്നിഫിക്കൻ്റ് ആയി മാറാറുണ്ട്.
അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ പ്രോപ്പർ ഇക്വേഷൻ എന്താ? ഐ സി ഈക്വൽ ടു ബീറ്റ ഐ ബി പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു ഐ സി 0. ഇവിടെ ഐ സി എന്ന് പറഞ്ഞാൽ കളക്ടർ ടെർമിനലിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ കറണ്ട് ഗെയിൻ ആണ് ട്രാൻസിസ്റ്ററിന്റെ. ഐ ബി എന്ന് പറഞ്ഞാൽ ബേസിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. ഐ സി 0 എന്ന് പറഞ്ഞാൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് എന്ന് പറയാം. ഓക്കെ, ഓഫ് ആയി കഴിഞ്ഞാലും ചിലപ്പോൾ ഒഴുകുന്ന ഒരു കറണ്ട് ഉണ്ട്, അല്ലെ ലീക്കായി കറണ്ട്, അതാണ് ലീക്കേജ് കറണ്ട്. അപ്പോൾ ഈ ടെമ്പറേച്ചർ, ഈ ഐ സി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന പറയുന്നത്. എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഐ സി 0 എന്ന് പറയുന്ന പാരാമീറ്ററിന്റെ പ്രത്യേകത ഉണ്ട്. ഓരോ 10 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുമ്പോഴും ഐ സി 0ന്റെ വാല്യൂ ഡബിൾ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 20 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചോ. ആ സമയത്ത് ഐ സി 0ന്റെ വാല്യൂ 1 മൈക്രോ ആംപിയർ ആണെങ്കിൽ ആ 20 ഡിഗ്രിയിൽ 30 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ഐ സി 0ന്റെ വാല്യൂ 2 മൈക്രോ ആംപിയർ ആയി മാറും. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? ഓരോ 10 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുമ്പോൾ ഐ സി 0ന്റെ വാല്യൂ ഡബിൾ ആവും. ഐ സി 0ന്റെ വാല്യൂ ഡബിൾ ആയി കഴിഞ്ഞാൽ ഐ സിന്റെ വാല്യൂ മാറും. ഐ സിന്റെ വാല്യൂ മാറിക്കഴിഞ്ഞാൽ സെറ്റ് ഓഫ് കോർഡിനേറ്റ് വി സി ഐ സി മാറും. അതായത് ക്യൂ പോയിന്റ് മാറും. ക്യൂ പോയിന്റ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പോയിന്റ് ഡി സി ലോഡ് ലൈനിന്റെ മുകളിലേക്കോ താഴോട്ടോ നീങ്ങി വരും. മുകളിലേക്കോ താഴോട്ടോ നീങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകിൽ സാച്ചുറേഷനിൽ കയറിപ്പോ അല്ലെ കട്ട് ഓഫിൽ കയറിപ്പോ. സാച്ചുറേഷനിലോ കട്ട് ഓഫിലോ കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ സിഗ്നൽ, ഇൻപുട്ട് സിഗ്നൽ ഔട്ട്പുട്ട് ഉണ്ടാക്കല്ലോ, ആ ഔട്ട്പുട്ട് ക്ലിപ്പായി പോകും, മുകളിലോ താഴെ എവിടെയെങ്കിലും കട്ടായി പോയി വരും. അപ്പൊ പ്രോപ്പർ ആംപ്ലിഫിക്കേഷൻ നടക്കൂല. ഓക്കെ, രണ്ടാമത്തെ പാരാമീറ്റർ നോക്കാം, കറണ്ട് ഗെയിൻ. ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. കറണ്ട് ഗെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ ബീറ്റ കൂടും. ബീറ്റ കൂടി കഴിഞ്ഞാൽ ഈ ടേമും കൂടും, ഈ ടേമും കൂടും. ഈ രണ്ട് ടേമും കൂടി കഴിഞ്ഞാൽ ഐ സി കൂടും. ഐ സി കൂടി കഴിഞ്ഞാൽ ക്യൂ പോയിന്റ് മാറും, മുകളിലേക്ക് താഴോട്ടേക്ക് പോകും. അപ്പോൾ സാച്ചുറേഷനിലോ കട്ട് ഓഫിലോ എത്തിപ്പോകും. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർ ആംപ്ലിഫിക്കേഷൻ നടക്കില്ല, ഔട്ട്പുട്ട് മര്യാദയ്ക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടൂല. അടുത്തത് VBE. ഇത് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ അകത്ത് വരുന്നില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ഡിപ്പെൻഡൻസിയാണ്. ബേസ് എമിറ്റർ വോൾട്ടേജ്. നമുക്കറിയാം ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ ഏതാനും പറഞ്ഞ ഈ VBE, ഇതാണല്ലോ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് വോൾട്ടേജ്. ഈ VBE എന്ന് പറയുന്ന വാല്യൂ എന്റെ ഒരു പ്രത്യേകത, ഡിക്രീസസ് ബൈ 2.5 മില്ലി വോൾട്ട് പെർ ഡിഗ്രി സെൽഷ്യസ്. അതായത് 20 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 21 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ 20 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോൾ നിങ്ങളെ VB എന്ന് പറയുന്ന ഒരു 0.7 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, 20 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോൾ നിങ്ങളെ VB എന്ന് പറയുന്നത് 0.7 ആണെങ്കിൽ 21 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞാൽ -0.0025. നമ്മൾ എത്രയാ പറഞ്ഞിരിക്കുന്നത്? 2.5 മില്ലി വോൾട്ട്, മില്യൺ അല്ല 1 2 3. ഓക്കെ, അതായത് ഇത്രയായിരിക്കും. അതായത് 20 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോൾ നിങ്ങളെ VBന്റെ വാല്യൂ 0.7 ആണെങ്കിൽ 21 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ VBന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.7 മൈനസ് 0.0025 ആവും. 22 ആയി കഴിഞ്ഞാൽ വീണ്ടും ആ കിട്ടിയ വാല്യൂയിൽ നിന്ന് വീണ്ടും കുറയ്ക്കണം. അങ്ങനെ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഈ 3 പാരാമീറ്റേഴ്സ് ബീറ്റയും VBയും ഐ സി 0ന്റെ മാറ്റം കാണിച്ചാൽ ഐ സിക്ക്, അതായത് ടെമ്പറേച്ചറിന്റെ മാറ്റം കാണിച്ചാൽ ബീറ്റയിലും VBയിലും ഐ സി 0യിലും വ്യത്യാസം ഉണ്ടാവുന്നു. അത് കാണിച്ചാൽ ഐ സി മാറുന്നു. അത് ഐ സി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യൂ പോയിന്റ് മാറിപ്പോകുന്നു. ക്യൂ പോയിന്റ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അഫ്കോഴ്സ് നമ്മുടെ ആംപ്ലിഫിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കില്ല. അതാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് സ്റ്റേബിൾ ആയിട്ട് നിർത്തണം എന്ന് പറയുന്നത്. സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ എന്തെങ്കിലും മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കണം എന്ന് പറയുന്നത്. സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ ടെമ്പറേച്ചർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, ഈ പാരാമീറ്റേഴ്സിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മാറിപ്പോകും ഓപ്പറേറ്റിംഗ് പോയിന്റ്. രണ്ടാമത്തെ കാരണം നമുക്ക് നോക്കാം, ഇൻഡിവിജ്വൽ വേരിയേഷൻസ്. നമ്മളിപ്പോൾ ഒരു സർക്യൂട്ട് സെറ്റ് ചെയ്തു. ആ സർക്യൂട്ടിൽ ഒരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തു. സപ്പോസ് BC107 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ ആണ് വിചാരിച്ചോ. ഓക്കെ, ഈ BC107ന്റെ ബീറ്റ എന്ന് പറയുന്നത് 100 to 600 റേഞ്ചിൽ എപ്പോഴും വാരി ചെയ്യും. എപ്പോഴും മീൻസ് അങ്ങനെയല്ല, ഞാനിപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ എടുത്താൽ അതിന്റെ ബീറ്റ ചിലപ്പോൾ 105 ആയിരിക്കും. കറണ്ട് ഗെയിൻ ചിലപ്പോൾ 105 ആയിരിക്കും. ഓക്കെ, ഞാൻ അതേ സെയിം BC107 ട്രാൻസിസ്റ്റർ വേറെ ഒന്ന് എടുത്ത് എന്നിട്ട് ഈ സർക്യൂട്ടിൽ നിന്ന് ഈ പഴയ ട്രാൻസിസ്റ്റർ മാറ്റിയിട്ട് ഇത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയുന്നത് രണ്ടുപേർക്കും ബീറ്റ 100 ആണെന്ന് പറഞ്ഞാൽ പോലും ഒരാൾക്ക് ചിലപ്പോൾ 105 ആയിരിക്കും, മറ്റേ ആൾക്ക് ചിലപ്പോൾ 110 ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? നമ്മളിപ്പോ ഒരു ബാച്ചിൽ ഒരു 10 BC107 ട്രാൻസിസ്റ്റർ നമ്മൾ മേടിച്ചു എന്ന് വിചാരിച്ചു. എല്ലാത്തിനും കറണ്ട് ഗെയിൻ ബീറ്റ 100 ആണെന്ന് പറഞ്ഞിട്ടാണ് കടക്കാരൻ നമുക്ക് തന്നത്. ഷോപ്പിൽ നമുക്ക് കിട്ടി ബീറ്റ 100 10 BC107 ട്രാൻസിസ്റ്റർ നമ്മൾ വാങ്ങി വിചാരിച്ചു.
ആദ്യത്തെ ട്രാൻസിസ്റ്റർ ഞാൻ എൻ്റെ സർക്യൂട്ടിൽ സെറ്റ് ചെയ്തു. അത് ശരിക്ക് ആ 100 ആണ് അതിന്റെ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 102 ഉണ്ടാവും. എന്നിട്ട് ആ സർക്യൂട്ടിനകത്ത് ഞാൻ എല്ലാം വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ട്രാൻസിസ്റ്റർ എടുത്ത് മാറ്റി വേറൊരു ട്രാൻസിസ്റ്റർ ബീറ്റ 100 വേറൊരു ട്രാൻസിസ്റ്റർ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ വാല്യൂ ബീറ്റ എന്ന് പറഞ്ഞാൽ 100 ആയിരിക്കില്ല. അതിന്റെ വാല്യൂ ചിലപ്പോൾ 105 ആയിരിക്കും. വേറൊരു ട്രാൻസിസ്റ്റർ എടുത്ത് സെയിം BC107 ട്രാൻസിസ്റ്ററിന് വേറൊന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ചിലപ്പോൾ 98 ആയിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പെർഫെക്റ്റ്ലി ഐഡന്റിക്കൽ ആയിട്ടുള്ള ട്രാൻസിസ്റ്ററുകൾ ഒരിക്കലും മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല. BC107 നിങ്ങൾ ഒരു 1,00,000 ട്രാൻസിസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് പെർഫെക്റ്റ്ലി 100% ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ട് ട്രാൻസിസ്റ്റർ പോലും നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ബീറ്റയില് വേരിയേഷൻ ഉണ്ടാവും. ഒന്നിന്റെ 100 ആണെങ്കിൽ മറ്റേതിന്റെ 101 ആയിരിക്കും, വേറെ ഒന്നിന്റെ 98 ആയിരിക്കും. അതിന്റെ കാരണം ഒരു ചെറിയൊരു പാർട്ടിക്കലിന്റെ ഡോപ്പിംഗ് പോലും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ചെറുതായിട്ട് ഒരു ഡസ്റ്റ് പാർട്ടിക്കൽ പോലും വീണ് പോയി കഴിഞ്ഞാൽ അതിന്റെ മാനുഫാക്ചറിന്റെ സമയത്ത് ഇതിന്റെ ബീറ്റ മാറിപ്പോകും. അത്രയ്ക്കും ക്രിട്ടിക്കൽ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാനൊരു സർക്യൂട്ട് സെറ്റ് ചെയ്തു, അതിൻ്റെ അകത്ത് ഒരു BC107 ഉപയോഗിച്ചു. അതിന്റെ ആ ഒരു ട്രാൻസിസ്റ്ററിന്റെ ബീറ്റ ഉണ്ടാവുമല്ലോ, 100 വിചാരിച്ചോ, 105 വിചാരിച്ചോ, നമ്മളെല്ലാം ചെയ്ത ഔട്ട്പുട്ട് എല്ലാം എടുത്തു. ആ ട്രാൻസിസ്റ്റർ ചീത്തയായി പോയുമ്പോൾ ഞാൻ ആ സർക്യൂട്ട് എല്ലാം മാറ്റുക, ആ ട്രാൻസിസ്റ്ററിനെ എടുത്ത് മാറ്റി വേറൊരു ട്രാൻസിസ്റ്റർ വെച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കും. പക്ഷെ ആ ട്രാൻസിസ്റ്ററിന്റെ വാല്യൂ ബീറ്റേന്റെ വാല്യൂ 100 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 110 ആയിരിക്കാം. അപ്പൊ ബീറ്റയിൽ വേരിയേഷൻസ് ഉണ്ടാവാം. ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉണ്ടാവും, ഇൻഡിവിജ്വൽ ട്രാൻസിസ്റ്ററുകൾ തമ്മിൽ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ അത് കാരണത്താൽ ബീറ്റയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്താ, IC മാറിപ്പോ. IC മാറിയ ക്യൂ പോയിന്റ് മാറിക്കഴിഞ്ഞാൽ ആംപ്ലിഫിക്കേഷൻ പ്രോപ്പർ ആവണമെന്നില്ല. മൂന്നാമത്തെ തെർമൽ റണ്ണിന് ഇൻക്രീസ് ഇൻ IC കോസസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് IC കൂടിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും കാലത്താൽ IC കൂടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വീണ്ടും കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ IC വീണ്ടും കൂടും. കാരണം ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഈ കാരണത്താലാണ് IC കൂടുന്നത്. IC കൂടിക്കഴിഞ്ഞാൽ വീണ്ടും ടെമ്പറേച്ചർ കൂടും, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വീണ്ടും IC കൂടും. ഇതൊരു സൈക്ലിക് പ്രോസസ് പോലെ ഇങ്ങനെ കൂടി ടെമ്പറേച്ചർ അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ലീഡ് ടു ദ സെൽഫ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ട്രാൻസിസ്റ്റർ. അത് പ്രോസസ്സിനാണ് നമ്മൾ തെർമൽ റണ്ണിംഗ് എന്ന് പറയുന്നത്. ഈ 3 മെയിൻ കാരണങ്ങൾ കാണിച്ചാല് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ സ്റ്റേബിൾ ആക്കി നിർത്തണം. അതിന്റെ മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബയാസിങ് സർക്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്.